വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ഹോൾ ആണ്. മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ആക്ച്വൽ പ്രൈസിനല്ല മേടിച്ചിട്ടുള്ളത്, ഓഫർ വരുമ്പോൾ മേടിച്ച സാധനങ്ങളാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഓഫേഴ്സ് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഇത് ലാക്മി ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് മൗ പാർട്ടി ഷെയ്ഡ് നമ്പർ 14 അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ഏത് സ്കിൻ ടോണിനും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്ന സൂപ്പർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ലിക്വിഡ് ഫോമാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റ് ഫിനിഷാണ് വരിക. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓൾസോ ഈ സെയിം കളർ തന്നെയാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ന്യൂഡ് കളറാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ലെയർ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഐബ്രോ പെൻസിലാണ്. ഇതാണ് ഒരു ഐബ്രോ പെൻസിൽ. നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഐബ്രോ പെൻസിലാണ്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. 12 hours ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഇത് ഈ ബാക്കിൽ ഇതിൻ്റെ കുറച്ച് ഫുൾ ഡീറ്റെയിൽസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു പാക്കേജിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, നീ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു അടിപൊളി ഐബ്രോ പെൻസിലാണ്. ഓൾസോ ഇതിൻ്റെ പാക്കേജിങ് 2 സൈഡിൽ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം സ്പൂലിയാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഐബ്രോ കോംബ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഐബ്രോ പെൻസിലിൻ്റെ ആ ഒരു കളർ വരുന്നത്. ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഹാഷ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓൾസോ അപ്ലൈ ചെയ്തിട്ടുള്ളതും ഈ ഒരു ഷെയ്ഡ് തന്നെയാണ്. നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓൾസോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് കാണിക്കാൻ പോകുന്നത് ഒരു കൺസീലറാണ്. കൺസീലർ വിത്തൗട്ട് കൺസീലർ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കൺസീലർ മസ്റ്റാണ്. ഈ ഒരു കൺസീലറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെബിലിൻ്റെ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻഡ് കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് 144 കാരമൽ ആണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ നോർമൽ ടു ഡാർക്ക് ബ്രൗൺ സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് നല്ല സെറ്റായി പോകുന്നൊരു കൺസീലറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് 3 steps ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു കൺസീലർ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഈസിയാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ കണ്ടോ, ഇവിടെ ഒരു പഫ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾസോ ഈ പ്രൊഡക്റ്റ് ഈ ഒരു ടിപ്പിൽ വന്ന് കിടക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു രീതിയിലാണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി മാറും കേട്ടോ നമ്മുടെ സ്കിന്നിലേക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ് കാണാൻ. എല്ലാവർക്കും ഇത് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല റിസൾട്ടാണ്. അടുത്തത് കാണിക്കാൻ പോകുന്നത് വീണ്ടും ഒരു ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഗിവ് മീ മോച്ച എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. സൂപ്പറാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാവർക്കും നല്ല സൂപ്പറായിട്ടിരിക്കും ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ജസ്റ്റ് ഇതിൻ്റെ താഴെ ഒന്ന് കാണിച്ചു തരാം. നീ കണ്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഏത് സ്കിൻ ടോണിനും നല്ല അടിപൊളിയായിട്ട് വർക്കായി പോവും. ലിപ്സ്റ്റിക് ലവേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് എന്തായാലും ഉണ്ടായിരിക്കും, കാരണം അത്രയും പോപ്പുലറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് വർക്കാവുന്ന അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് കാണിക്കാൻ പോകുന്ന ഒരു ഐഷാഡോ പാലറ്റാണ്. ബിഗിനേഴ്സിന് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു പാലറ്റാണ്. ഇതാണ് ആ ഒരു പാലറ്റ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കുറേ ന്യൂഡ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി പാലറ്റാണ്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഐ മേക്കപ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ഇതിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇതിൽ മാറ്റും അതുപോലെ തന്നെ കുറച്ച്
ഗ്ലോസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 10 കളറോളം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കുഞ്ഞു പാലറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാലറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാലറ്റാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ എത്ര വലിയ മേക്കപ്പ് ചെയ്താലും അത് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ്, പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. ഇതൊരു ഡബിൾ ലെയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോക്ക് അങ്ങനെ 2 ബോട്ടിൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മേക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്, മാറ്റ് ലുക്കാണ് കേട്ടോ. തരിക ഗ്ലോസി ആയിട്ടൊന്നും ഇരിക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബാക്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ എന്തായാലും വേണം ഇതൊരെണ്ണം കേട്ടോ. ബാക്കി ഇതുവരെ കാണിച്ചതൊന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊരെണ്ണം നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം. വേറെ നല്ല ഒരു ബ്യൂട്ടി ടൂളാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ബോക്സ് ആണ് കേട്ടോ. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. മുഖക്കുരുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതേ ഈ ഒരു രീതിയിലാണ്, ഒരു കുഞ്ഞ് പൗച്ചാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ചാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും കേട്ടോ. കണ്ട ഈ ഒരു രീതിയിലുള്ള ഒരു ടൂൾ ബോക്സ് ആണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 5 ടൂൾസ് ആണ് വരുന്നത് കേട്ടോ. നമുക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ നമുക്ക് പിമ്പിൾ പൊട്ടിക്കുന്ന ടെൻഡൻസി നല്ലോണം ഉള്ള ആളുകളായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു ടൂൾ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. ഈ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.